ഇന്ന് മാധവമ്മ കുളിപ്പിക്കും, നാളെ മുത്തശ്ശൻ കുളിപ്പിച്ചിട്ടുണ്ട്. ആ കണ്ണില് സോപ്പാണ്ടിരിക്കാൻ വഴിയുണ്ട്. കണ്ണിങ്ങനെ ഇറുക്കി പിടിച്ചാ മതി. എന്നാ മോള് ചെല്ലേ, മുത്തശ്ശൻ വരാം. എന്താ ഇത്ര രഹസ്യം? രഹസ്യമൊന്നുമല്ല, ഞാൻ അങ്കിളിനോട് പറഞ്ഞതാ. അങ്കിൾ തന്നോടൊന്നും സംസാരിച്ചില്ലേ? ഇല്ല. എന്താ കാര്യം? അല്ല, ലൂസിക്ക് ഒരു കല്യാണമൊക്കെ വേണ്ടേ? ഡാഡിയും മമ്മിയും പല കാര്യങ്ങളും എനിക്ക് വേണ്ടി ആലോചിച്ചതാ. പക്ഷെ ഞാൻ അതിനൊന്നും സമ്മതിച്ചിട്ടില്ല. അതെന്താ? അല്ല, ലൂസിയെ കെട്ടിക്കൊള്ളാന്നുണ്ട്. ഓ, അത് ശരി. അതൊക്കെ ഇവിടെ നിന്ന് സംസാരിക്കേണ്ട കാര്യമാണോ തോമസ്? അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഉള്ളപ്പോ ആരെങ്കിലും മുതിർന്നവർ സംസാരിക്കട്ടെ. അതാവാം, പക്ഷെ തന്റെ ഇഷ്ടം? എന്റെ ഇഷ്ടം അവിടെ നിൽക്കട്ടെ. അപ്പച്ചനും അമ്മച്ചിയും പിന്നെ ലൂസി എന്താ പറയാനെന്ന് നോക്കട്ടെ. അവളുടെ ഇഷ്ടത്തിനെതിരായിട്ട് ഞാനൊന്നും പറയില്ല. അവൾക്ക് ഇഷ്ടക്കേടുണ്ടാവും തോന്നുന്നില്ല. ശരി, നമുക്ക് സംസാരിക്കാം. ഞാൻ അന്വേഷിച്ചു. നല്ല പയ്യനാണ് ടോണി. പിന്നെ സാമ്പത്തികമായിട്ട് വലിയ സ്ഥിതിയൊന്നുമില്ല. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അവന് നല്ലൊരു ജോലിയുണ്ട്. പിന്നെ ദുസ്വഭാവങ്ങളൊന്നുമില്ല. അവന് നമ്മെ ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്തിനാ വൈകുന്നത്? അപ്പച്ചനെല്ലാം നിനക്കല്ലേ വിട്ടു തന്നിരിക്കുന്നത്. നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. അല്ല, അവളെവിടെ? നേരത്തെ ഉറങ്ങിയോ? ഒരു പുസ്തകമായിട്ട് ഇവിടെ നടന്നിരുന്നു. എനിക്ക് സമ്മതമായ പോരല്ലോ. ഐസക്കിന്റെ അഭിപ്രായം അറിയണ്ടേ? ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് ഒരു നിയോഗമാണ്. എന്റെ കാര്യം തന്നെ എടുക്കാം. 48 എസ്റ്റേറ്റിൽ അപ്പച്ചനെ സഹായിക്കാൻ എത്തുകയാണ് ഞാൻ. അവിടെ നിന്നാണ് കഥ തുടങ്ങുന്നത്. അപ്പച്ചൻ അമ്മച്ചെ കണ്ടുമുട്ടി കഥ പറയാവോ അല്ലേ? തോമസ് ഇത് ആദ്യമായിട്ട് കേൾക്കോ? ആ മോൻ വാ. തോമസ് ലൂസിയുടെ കല്യാണക്കാര്യം പറയായിരുന്നു. ഇനി എല്ലാം മോൻ തീരുമാനിച്ചാ മതി. ഇനി ഐസക്കിന്റെ അഭിപ്രായം കൂടി അറിയാനുള്ളൂ. ഞാൻ സമ്മതിച്ചുകൊണ്ടായില്ലല്ലോ, ലൂസി കൂടി സമ്മതിക്കണ്ടേ? ഓ, ലൂസി എന്ത് സമ്മതിക്കാൻ? ഈ കാര്യത്തിൽ ലൂസിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ലൂസി എന്നോട് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അതൊക്കെ താൻ എന്നെ ഫീലിങ്സ് ആക്കാൻ പറയല്ലേ? തനിക്ക് എന്നോട് എന്തോ ദേഷ്യമുണ്ട്. സത്യം പറഞ്ഞാൽ തോമസിനോട് എനിക്ക് ഒരു ദേഷ്യവുമില്ല. നമ്മുടെ ഇപ്പോഴത്തെ ഈ സൗഹൃദം തുടരുകയും ചെയ്യാം. എന്റെ അനിയത്തിയെ തോമസ് വിവാഹം കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല. എനിക്കെന്നല്ല, ലൂസിക്കും. കാരണം ഞാനെന്തിനാ പറയുന്നത്? തോമസിന് അറിയാമല്ലോ. എന്നാലും തോമസ് ഏട്ടാ, ഇത് വല്ലാത്ത നാണക്കടപ്പ്. ചേട്ടനെ ഒന്നിനും കൊള്ളാഞ്ഞിട്ടാണ്. ആ പെണ്ണിന് ചേട്ടനോട് തന്നെയാ കാര്യം. എന്നാലും അവൻ ഇത്ര ഇൻഡീസെന്റ് ആയിട്ട് പെരുമാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ചേട്ടൻ ഫീലിങ്സും പറഞ്ഞോണ്ടിരുന്നു. പെണ്ണിനെ ആമ്പിള്ളേര് തട്ടിക്കൊണ്ടുപോകും. ചേട്ടന് ചുണയുണ്ടോ? ഉണ്ടെങ്കിൽ പോയി അവനോട് 2 വാക്ക് പറഞ്ഞ് ആ പെണ്ണിനെ ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ടുവരാൻ നോക്ക്. എടോ ഐസക് മോൾ, തന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്തപ്പോൾ അറിഞ്ഞത് താൻ ഇവിടെ സേവിക്കണമെന്ന്. അതെടോ, ഞാൻ കുടിച്ചിട്ടുണ്ട്. താൻ എന്താണ് പറഞ്ഞത്? തന്റെ പെങ്ങളെ എനിക്ക് കെട്ടിച്ചേരൂലെന്ന്. തനിക്ക് ഏതാടോ പെങ്ങള്? ലൂസി തന്റെ പെങ്ങളല്ല. മാത്യു പോളില്ലേ, തന്റെ അപ്പച്ചൻ. അങ്ങേര് നീലഗിരിയിൽ എസ്റ്റേറ്റ് നടത്തിയിരുന്ന കാലത്തെ തന്നെ ദത്തെടുത്തതാ. വിശ്വാസം വരുന്നില്ല അല്ലേ? അപ്പച്ചന്റെ പുന്നാരമാണല്ലേ? പോയി ചോദിക്ക്. അതെങ്ങനെയാ? അവർക്ക് തന്നെ അറിഞ്ഞൂടെ തന്റെ തന്തയും തള്ളേ ആരാണെന്ന്. അവന്റെ പെങ്ങളാണ് പോലും. തന്തയും തള്ളയില്ലാത്ത. അവന്റെ ഒരു മോനെന്താ നേരത്തെ? അപ്പച്ചനോട് സ്നേഹമുണ്ടോ? എന്താ സംശയം? എങ്കിലെന്നോട് സത്യം പറയണം.
ഞാൻ ആരുടെ മോനാ? നീ ആരുടെ മോനാണെന്നോ? എന്റെ മോൻ. അപ്പച്ചനൊന്നും മറക്കരുത്, എനിക്കെല്ലാം അറിയാം. ഐ വോണ്ട് ടു നോ ഇറ്റ് പ്ലീസ്. ഞാനൊരു അനാഥനാണ്. നോ, ഞാനൊന്നും ഒളിച്ചു വെക്കുന്നില്ല, എല്ലാം പറയാം. നിന്നെ ഞങ്ങൾ ദത്തെടുത്താണ്. വിവാഹം കഴിഞ്ഞ് ഏറെ വർഷങ്ങളായിട്ടും ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായില്ല. അതുകൊണ്ട് ഫാദർ സേവറിന്റെ സഹായത്തോടെ നിന്നെ ഞങ്ങൾ ദത്തെടുത്തു. അന്ന് വരെ നീ ഒരു അനാഥനായിരുന്നു. എന്റെ അച്ഛനാരാണ്? എന്റെ അമ്മയാരാണ്? നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലാതെ മറ്റൊന്നും എനിക്കറിയാൻ പാടില്ല. നിന്റെ അച്ഛനമ്മമാരെ കുറിച്ച് ഫാദർ സേവറിന് മാത്രമേ അറിയൂ മോനെ. ചേട്ടൻ എങ്ങോട്ടാ? ഞാൻ എല്ലാം അറിഞ്ഞു. അപ്പച്ചന്റെ തേങ്ങ കേട്ടുകൊണ്ടാണ് ഞാനും ഉണർന്നത്. അപ്പച്ചൻ കരയുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നു. ചേട്ടൻ എന്തിനാ ഇങ്ങനെ? എനിക്ക് അന്വേഷിക്കാതിരിക്കാനാവില്ല മോളെ. എനിക്ക് അവരെ കണ്ടെത്തണം. ചേട്ടൻ എപ്പോഴാ വരിക? ഞാൻ വരും. സേവിയറച്ചൻ മരിച്ചിട്ടിപ്പോ 3 വർഷം കഴിഞ്ഞു. ഡോക്ടർ എവിടുന്നാ? സേവിയറച്ചനുമായി എങ്ങനെ പരിചയം? സേവ്യറച്ചനെ കണ്ട് ഞാൻ ആരാണെന്ന് ചോദിച്ചറിയാൻ ഏറെ ദൂരം നിന്ന് ഓടിയെത്തിയവനാണ് ഞാൻ. പക്ഷെ ഇപ്പോൾ എന്നെ ഇപ്പൊ ആർക്കും മനസ്സിലാവില്ല. ബിക്കോസ് ഐ എം ഇൻ സെർച്ച് ഓഫ് മൈ ബയോളജിക്കൽ ഐഡന്റിറ്റി. അതൊക്കെ ശരി, പക്ഷേ നമ്മൾ എവിടെ വെച്ച് തുടങ്ങും? ഞാൻ അതാണ് ഐസക് ആലോചിക്കുന്നത്. എന്റെ കയ്യിൽ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലാതെ മറ്റൊരറിവുമില്ല. വഴിയുണ്ട്. ഞാൻ ഹോസ്പിറ്റൽ രജിസ്ട്രേഷൻ എല്ലാം തരട്ടെ. ആ, ഐസക് നാട്ടിലേക്ക് പോവില്ലേ? വേണുവിനെ കണ്ടാൽ സൺഡേ എന്നെ ഒന്ന് കാണാൻ പറയണം. ശരി. എന്തെങ്കിലും ക്ലൂ കിട്ടിയാൽ രായത്തൻ ഡയൽ ചെയ്യണം. ഞാൻ ഉടനെ എത്താം. അതിന് ഐസക് എന്ത് ചെയ്യാനാ? ഐസക് അറിഞ്ഞോണ്ട് കള്ളം പറഞ്ഞിട്ടില്ലല്ലോ. സത്യം അസത്യമൊന്നും അല്ല ഇവിടെ പ്രശ്നം. ഹീസ് ആൻ ഓർഫൻ. എനിക്കറിയാം ഡാഡി, അനാഥരെല്ലാ കാലത്തും ആരുമില്ലാത്തവരായിരിക്കണമെന്നില്ലല്ലോ. വാദിക്കാനൊന്നും ഞാനില്ല. ഞാനിപ്പോ പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല. മോളൊന്ന് സാവകാശം ആലോചിക്കുക. എനിക്കൊന്നും ആലോചിക്കാനില്ല. എല്ലാം ആലോചിച്ചിട്ടാണ് ഞാൻ ഡാഡിയോട് പറഞ്ഞത്.